ഉറ്റവരും ഉടയവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ടെങ്കിലും ചോദിക്കാനോ പറയാനോ ആരും തന്നെ ഇല്ലാത്തതുപോലെ ഒരു അനാഥമായിട്ടുള്ള ശവശരീരങ്ങൾ പോലെ മറവ് ചെയ്തിരിക്കുകയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരം. അച്ഛൻ മരണപ്പെട്ട വേദന മാറുന്നതിന് മുൻപാണ് സ്വന്തം ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ജീവൻ എടുത്തതാകട്ടെ തൻ്റെ അമ്മ തന്നെ എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ വാടക വീട്ടിൽ വച്ച് 5 പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത, ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. ഞെട്ടൽ എന്നതിനേക്കാൾ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ഒഴിയാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ബന്ധുക്കൾ തങ്ങൾക്ക് മേൽ നൽകിയിട്ടുള്ള സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, അതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ച അശ്വതി തൻ്റെ ഉള്ള സ്വത്തുക്കളെല്ലാം അനാഥാലയത്തിന് കൂടെ എഴുതി വെച്ചതോടെ ഉറ്റവരെന്ന് പറയാൻ ബാക്കിയുണ്ടായിരുന്ന അച്ഛനും സഹോദരനും ആ മൃതദേഹങ്ങൾ പോലും ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരിക്കലും പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശവശരീരം. വളരെ വേദനയോടെയാണ് കൊച്ചിയിലെ ആ ഒരു കൂട്ടാത്മഹത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. സ്വത്തുക്കൾ അനാഥാലയത്തിന് എഴുതിവെച്ച് ബന്ധുക്കളോട് താല്പര്യമില്ലാത്ത സാഹചര്യം വ്യക്തമാക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ പുറത്തേക്ക് വരുന്നു. തൻ്റെ മരണത്തിലേക്ക്, തൻ്റെ കുടുംബത്തിൻ്റെ മരണത്തിലേക്കൊക്കെ കാരണമായി മാറിയിരിക്കുന്നത് തൻ്റെ ബന്ധുക്കളാണ് എന്ന് പറയാതെ പറയുകയാണ് അശ്വതി ഈ ആത്മഹത്യക്കുറിപ്പിലൂടെയും സ്വത്തുക്കൾ അനാഥാലയത്തിന് എഴുതി കൊടുത്തതിലൂടെയും. തങ്ങൾ ജീവൻ അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്ന് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു മരണം തന്നെയാണ് സംഭവിച്ചത്. പെട്ടെന്നൊരു നിമിഷത്തിൽ തോന്നിയതല്ല ആ ആത്മഹത്യകൾ എന്നുള്ളതാണ് വിവരം. അതിൻ്റെ തെളിവാണ് സ്വത്തുക്കൾ നേരത്തെ തന്നെ മറ്റ് പലരുടെയും അനാഥാലയത്തിൻ്റെയും പേരിലേക്ക് എഴുതി വെക്കുന്നതും ഓൺലൈൻ വഴി വിഷം ഓർഡർ ചെയ്ത് മക്കൾക്ക് നൽകുന്നതുമൊക്കെ. എന്തായാലും ബന്ധുക്കളുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ നിലവിലുണ്ട് എന്നത് പറയാതെ പറയുന്നുണ്ട് ഈ സ്വത്തുക്കൾ മറ്റുള്ള ആളുകൾക്ക്, അനാഥാലയങ്ങൾക്ക് എഴുതി നൽകി എന്നുള്ള വിവരത്തിലൂടെ. ഇന്ന് നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ വീട് സന്ദർശിച്ചിരുന്നു. അതായത് തിരുവനന്തപുരത്തെ വിളപ്പിൽ ശാലയിലുള്ള അശ്വതിയുടെ വീട്, വാടകയ്ക്ക് നൽകിയ വീട്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിക്കുമ്പോൾ, വാടകക്കാരോട് ചോദിക്കുമ്പോൾ തങ്ങൾക്ക് അവരെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല, തങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് മാത്രമാണുള്ളത് എന്ന് പറയുകയാണ്. സംഭവം നടന്ന ഇത്രയും ദിവസമായി വാർത്തയിലടക്കം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയത് ആ വീടിനെ കുറിച്ചാണ്. അശ്വതി വാടകയ്ക്ക് കൊടുത്ത അവളുടെ സ്വത്തായ ആ വീടിനെ അന്വേഷിച്ച ഇന്നേ വരെ ആരും തന്നെ അവിടെ എത്തിയിട്ടില്ല എന്ന് വാടകക്കാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമോ മാനസിക സമ്മർദ്ദമോ ആയിരുന്നില്ല എന്നത് വ്യക്തം. പിന്നെ എന്താണ് അശ്വതിയുടെ മനസ്സുലയ്ക്കാൻ കാരണമായ ആ ഒരു മാനസിക സമ്മർദ്ദത്തിന് കാരണമായത് എന്നുള്ള ഒരു ചോദ്യം അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അശ്വതിയുടെ മാതാവിനെതിരെയൊക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അയൽവാസികൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അശ്വതി ആത്മഹത്യക്കുറിപ്പ് തയ്യാറാക്കിയത്. അശ്വതിയുടെ മാതാവിനെ എന്താണ് ഈ സംഭവത്തിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ച് ബന്ധപ്പെട്ടപ്പോൾ മലയാളി വാർത്തയോട് അവർ പറഞ്ഞത് തനിക്കിപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് മാത്രമാണ്. ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തങ്ങൾക്കെതിരെ വന്നിട്ട് പോലും ഒരു അക്ഷരം മിണ്ടാൻ മടിക്കുന്നത് എന്തിനെയെങ്കിലും ആ അമ്മ ഭയന്നത് കൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. അതല്ല ഈ പറയുന്നത് പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് എങ്കിൽ അത് ആ വഴിക്ക് തന്നെ. എന്തായാലും ഒരുപാട് ദുരൂഹതകളും അതിലേറെ വേദനയും കലർന്നിട്ടുള്ള ഒരു വാർത്തയാണ് കൊച്ചിയിലെ ആ ആത്മഹത്യ എന്ന് പറയേണ്ടി വരും. വടുതലയിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ തിരുവനന്തപുരം സ്വദേശികളായ 5 പേരുടെയും ശവസംസ്കാരം ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അനാഥമായിട്ട് ശവസംസ്കാരം നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനപ്പെടുത്തുന്ന കാര്യം. ആരുമില്ലാത്ത ശവശരീരങ്ങൾ അല്ലെങ്കിൽ ആരുമില്ലാത്ത മനുഷ്യരെ ഇത്തരത്തിൽ ശവസംസ്കാരം നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ചുറ്റിലും നിൽക്കുന്നത് തൻ്റെ ബന്ധുക്കളാണെങ്കിലും ആ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന അവരുടെ ആ ഒരു നിലപാട്, ആ ഒരു വേദനയാണ് ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ അവിടെ എത്തി. പോലീസിന്റെ നിർദ്ദേശപ്രകാരം വടുതലയിലെ ശ്മശാനത്തിൽ എത്തിയെങ്കിലും മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറില്ല എന്ന് അറിയിച്ചതോടുകൂടെ അവിടെ തന്നെ ശവസംസ്കാരം നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് വിവരം അറിയിച്ചതിന് തുടർന്നാണ് തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ നിന്ന് ശ്രീകുമാരിയുടെ സഹോദരനടക്കമുള്ള ബന്ധുക്കൾ അവിടെ എത്തിയത്. പക്ഷേ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് അവർ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന്
നിർദ്ദേശപ്രകാരം, പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ശവസംസ്കാരം അവിടെ തന്നെ നടത്തുകയും ചെയ്തു. വിളപ്പിൽശാല കാരോട് കാവുവിള പരേതനായ ജി സുരേന്ദ്രൻ നായരുടെ ഭാര്യ ശ്രീകുമാരി, മകൾ അശ്വതി, അശ്വതിയുടെ മക്കളായിട്ടുള്ള 14 വയസ്സുള്ള കാർണിവൻ, 4 വർഷമുള്ള കീർത്തിവൻ, 2 വയസ്സുള്ള അക്ഷിത എന്നിവരുടെ ഛേദനയറ്റ ശരീരങ്ങളാണ് ബന്ധുക്കൾ ഏറ്റുവാങ്ങാതെ വെറും അനാഥ ശവശരീരങ്ങൾ പോലെ ശവസംസ്കരിച്ചിരിക്കുന്നത്. ശ്രീകുമാരിയും അശ്വതിയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെടുകയും ചെയ്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കുട്ടികൾക്ക് വിഷം നൽകിയത് അമ്മയോ അമ്മൂമ്മയോ ആകാമെന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. ഓൺലൈൻ വഴി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാനുള്ള ആ വിഷം ആ അമ്മ ഓർഡർ ചെയ്ത് വരുത്തുകയായിരുന്നു എന്നുള്ളതാണ്. 3ഓളം വിഷ ബോട്ടിലുകൾ അവിടെ എത്തുന്നു. ശീതള പാനീയങ്ങൾ എത്തുന്നു. ഈ ജ്യൂസിൽ ഈ ഓർഡർ ചെയ്ത് എത്തിച്ചിട്ടുള്ള വിഷക്കുപ്പിയിലൊന്ന് കലർത്തിയതിന് ശേഷം അത് മക്കൾക്ക് നൽകുകയായിരുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. പുത്തൻ ഉടുപ്പിട്ട് തൻ്റെ മക്കളുടെ ജീവൻ മണിക്കൂറുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ അമ്മ ജീവൻ എടുക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് തന്നെയായിരുന്നു അവരുടെ കൊച്ചിയിലേക്കുള്ള പോക്ക് എന്നുള്ളതാണ്. അതായത് ചികിത്സയെ തുടർന്ന്, അതായത് മുന്നോട്ട് ജീവിക്കണമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള തീരുമാനത്തെ തുടർന്നായിരുന്നു അമ്മയെയും തൻ്റെ 2 മക്കളെയും കൂട്ടി അശ്വതി, തൻ്റെ മറ്റ് 2 മക്കളെയും കൂട്ടി അശ്വതി അവിടേക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തുന്നത്. പക്ഷെ അവിടെ വച്ച് ഒരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ചുറ്റുപാടുള്ള ആരുമായിട്ടും സംസാരിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെയും പ്രതികരണം. നമ്മൾക്കും പ്രത്യേകിച്ച് അവരെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല. അമ്മയും മകളും ജോലിക്ക് പോയി തിരിച്ചു വരുന്നത് കാണാറുണ്ട് എന്നാണ് നാട്ടുകാർ ഇന്ന് മലയാളി വാർത്തയോട് പ്രതികരിച്ചത്. അശ്വതിയെക്കുറിച്ച് ചോദിച്ചാൽ അവിടെ ആർക്കും ഒന്നും തന്നെ അറിയില്ല. വല്ലപ്പോഴും കാണുന്നത് അശ്വതിയുടെ അമ്മയെയാണെന്നും അവർ വല്ലപ്പോഴും ഒന്ന് ചിരിക്കുകയോ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുകയോ ചെയ്യുന്നത് പതിവാണെന്നും 3 മക്കളുണ്ട് എന്ന കാര്യങ്ങൾ പോലും തങ്ങൾ അറിയുന്നത് ഈ വാർത്ത വന്നതിന് പിന്നാലെയാണ് എന്നും മറ്റ് ചില നാട്ടുകാരും പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും തൻ്റെ ഭർത്താവായിട്ടുള്ള അശ്വത്ത് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾക്ക് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നുള്ളതാണ് അശ്വതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അശ്വത്ത് ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ അനുഭവിക്കേണ്ടി വന്ന കടുത്ത മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടുത്തൽ, വിഷമങ്ങൾ, അതൊക്കെയാണ് താൻ ആത്മഹത്യയിലേക്ക് പോകാൻ കാരണമായിരിക്കുന്നത് എന്ന് ആത്മഹത്യക്കുറിപ്പിലൂടെ പറയുമ്പോൾ പോലീസും ഇത് തന്നെയാകാം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ്. പോലീസ് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഭർത്തൃമാതാവിനും അയൽവാസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമുണ്ട്. ഭർത്താവിന്റെ മരണശേഷം തങ്ങൾ നേരിട്ട അവഗണനയും പീഡനങ്ങളും കത്തിൽ അക്കമിട്ട് നിരത്തിയാണ് അശ്വതി ഈ ലോകത്തോട് വിട പറഞ്ഞത്. സ്വന്തം വീടിനടുത്ത് അയൽവാസികളുമായി നിലനിന്നിരുന്ന ചില തർക്കങ്ങൾ അതേക്കുറിച്ചും കത്തിലൂടെ പരാമർശിക്കുന്നു. കുറിപ്പിൽ പരാമർശിക്കുന്നവരിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ പോലീസ് മൊഴിയെടുക്കുമെന്നാണ് സൂചന. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീടും സ്ഥലവും മറ്റ് സ്വത്തുക്കളും അർഹതപ്പെട്ട അനാഥാലയത്തിന് വിട്ടു നൽകണമെന്നാണ് അശ്വതി ആത്മഹത്യാക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നു എൻ്റെ വാക്കുകൾ എന്ന വാക്കുകളുടെ ആ കത്ത് അവരവസാനിപ്പിക്കുകയും ചെയ്തു. ബന്ധുക്കളുമായി അകന്നു നിന്നിരുന്ന കുടുംബം ആരോടും മിണ്ടാതെയും പുറം ലോകവുമായി ബന്ധപ്പെടാതെയുമാണ് വടുതലയിലെ ആഡംബര വില്ലയിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ഒടുവിൽ മരണശേഷവും ആ അകൽച്ച തുടരുന്നു ബന്ധുക്കൾ എന്നുള്ളതാണ്. മൃതദേഹം പോലും വേണ്ട എന്ന് വെച്ചു അവരുടെ ബന്ധുക്കൾ. അശ്വതിയുടെ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് 2 മാസങ്ങൾക്ക് മുമ്പ് ഇവർ കൊച്ചിയിലേക്ക് താമസം മാറുന്നത്. 45,000 രൂപയോളം വാടക നൽകുന്ന ഒരു വില്ല. ആ വില്ല വെറുതെ ഇട്ടിരിക്കണ്ടല്ലോ, ആൾതാമസം ഉണ്ടായിക്കോട്ടെ, വില്ല വെറുതെ നശിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ആ വില്ലയുടെ ഉടമസ്ഥൻ വാടകയ്ക്ക് നൽകുന്നത്. അങ്ങനെ 45,000 രൂപ മാസവാടകയിൽ ജീവിച്ചിരുന്ന സ്ഥലത്ത്, സാമ്പത്തിക പ്രയാസങ്ങൾ ഒന്നുമില്ല എന്നുള്ള രീതി വ്യക്തമാക്കുന്ന സ്ഥലത്ത് ഇവരെന്തിന് ജീവനൊടുക്കി എന്നുള്ളത് സംശയത്തിൽ നിൽക്കുന്നു. വീട് ഒഴിഞ്ഞു കിടക്കരുത് എന്ന് കരുതിയാണ് താൻ വാടകയ്ക്ക് വീട് നൽകിയത് എന്നാണ് വീട്ടുടമസ്ഥൻ പോലീസുകാരോട് നൽകുന്ന വിശദീകരണം. കുട്ടികളെ
പുതു വസ്ത്രങ്ങളും കണ്ണടകളും കൂളിംഗ് ഗ്ലാസും ഒക്കെ അണിയിപ്പിച്ച ശേഷം ഒരുക്കിയ ശേഷമാണ് അവർക്ക് വിഷം നൽകി അവരുടെ ജീവനെടുത്തത് എന്നതും ഞെട്ടലോടെ നോക്കി നിൽക്കുകയാണ്. കേസിൽ എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് വിവരം. അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ പോലും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന സഹോദരൻ നിലപാടെടുത്തതിന് പിന്നിലെ സംശയങ്ങളും നിലവിൽ വലിയ രീതിയിൽ ആശങ്ക പരത്തുന്നു. പോലീസ് കണ്ടെടുത്ത 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഭർത്തൃമാതാവിനും അയൽവാസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഭർത്താവിന്റെ മരണശേഷം ഇവരിൽ നിന്നുണ്ടായ പെരുമാറ്റങ്ങൾ തങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട തന്തു. കുറിപ്പിൽ പരാമർശിക്കുന്ന ഈ വില്ലന്മാർക്കും വില്ലത്തികൾക്കും എതിരെ അന്വേഷണം ഊർജിതമാക്കണമെന്നുള്ള വാക്ക് അത് പോലീസ് ശക്തമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആ വില്ലന്മാർക്കും വില്ലത്തിമാർക്കും എതിരെയുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു പോലീസ് എന്നാണ് സൂചന. എന്തായാലും ഇവരിൽ നിന്നൊക്കെ വരും ദിവസങ്ങളിൽ പോലീസ് മൊഴിയെടുക്കും. അപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ കേസിന്റെ വഴി തന്നെ മാറാനുള്ള സാധ്യതകളുണ്ട് എന്ന വിലയിരുത്തലും വരുന്നു. എന്തായാലും ഞങ്ങൾ പോകുന്നു എന്ന് ചുരുക്കിയ വാക്കുകളിൽ ഒതുക്കിയ ആത്മഹത്യക്കുറിപ്പ് അത് തങ്ങളുടെ സമ്പാദ്യം അനാഥാലയത്തിന് നൽകണമെന്ന് പറയുന്ന നിർദ്ദേശം ഇതൊക്കെ തന്നെ അശ്വതി കൃത്യമായി എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടുള്ള നടപടിയായിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. ഒരുപക്ഷെ ജീവിതകാലത്ത് തങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹവും പരിഗണനയും അനാഥരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ ഈ തൻ്റെ സ്വത്തുക്കൾ അനാഥാലയത്തിന് എഴുതി നൽകിയത് എന്നുള്ള ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് ദുരൂഹതയോടെ തുടരുകയാണ് ആ 5 ജീവനുകൾ നഷ്ടപ്പെട്ട സംഭവം. അശ്വതിയെ സ്വയം ജീവൻ ഒടുക്കിയതാണോ, അതല്ല എങ്കിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ കൊണ്ടാണോ ഈ ഒരു ജീവൻ പൊലിഞ്ഞു പോയത് എന്നാണ് അറിയേണ്ടുന്നത്. എന്തായാലും പോലീസിന്റെ നിർണായക ഇടപെടൽ ഇതിൽ അനിവാര്യം തന്നെയാണ്.